ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രുതിയും കൂടിയിട്ട് വേർപെടുത്തണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഭാമയും കൂട്ടിയിട്ട് ഒരു സ്വാമിജിയുടെ അടുത്ത് പോയി ഒരു ഏലസ് മന്ത്രിക്കണമെന്നൊക്കെയുള്ള കാര്യം കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി നടക്കുന്നത്. എന്നാൽ ശ്രുതിയും തമ്മിൽ അകലുന്നതിൽ ശ്രുതിക്ക് ഒട്ടും മനസ്സില്ലെന്ന് മനസ്സിലാക്കിയ രവീന്ദ്രൻ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. അങ്ങനെ വാക്ക് തർക്കത്തിനൊടുവിൽ ചന്ദ്രമതി വീട് വിട്ടിറങ്ങുകയാണ്. ശ്രുതി ഈ വീട്ടിലേക്ക് വന്നാൽ ഇനി ചന്ദ്രമതി ഈ വീട്ടിലുണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ ഭാമയുടെ വീട്ടിലേക്കാണ്. ഈ സമയം മീരയുടെ വീട്ടിലിരിക്കുന്ന ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ ജീവിതത്തിലേക്കും ചന്ദ്രോദയത്തിലേക്കും തിരിച്ചു കയറാനുള്ള പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അവസാനം വർഷയുടെ മുന്നിൽ ചെന്ന് പെടുന്നുണ്ട് ഐഡിയയുമായിട്ട്. എന്നാൽ വർഷ നമ്മുടെ ശ്രുതിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചിട്ട് ശ്രുതി അത്ര വേഗത്തിൽ അങ്ങ് മിടുക്കിയാകുന്നത് നമ്മളും ആഗ്രഹിക്കുന്ന കാര്യമല്ലല്ലോ. എന്നാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ വർഷ കണക്കിന് കൊടുക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ ചന്ദ്രമതിയും വീട് വിട്ടു പോയതിന് ശേഷം വീട്ടിലാകെ അങ്ങ് ശാന്തതയാണ്. ഇത് കണ്ടിട്ട് രേവതിക്കും സച്ചിക്കും ആകെ അങ്ങ് വിഷമമാവുന്നുണ്ട് കേട്ടോ. കാരണം വീട്ടിലൊരു ഒച്ചയും അനക്കോ ഇല്ല. എല്ലാവരും സങ്കടപ്പെട്ടിട്ട് ഓരോരുത്തർ ഓരോ ദിശയിലേക്ക് നീങ്ങുകയാണല്ലോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് രവിയുടെ സങ്കടവും കണ്ടിട്ട് രവിയോട് പറയുന്നുണ്ട്, അമ്മയെ കൂട്ടിയിട്ട് വന്നാൽ അച്ഛമ്മ വന്നാൽ ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും, സച്ചി കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, ഇല്ലടാ, ഞാൻ തന്നെ പോയി നിന്നിട്ട് അമ്മയെ കൂട്ടി വന്നോളാം, നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ ആക്കിയിട്ട് നമ്മുടെ രവിയാണെങ്കിൽ അച്ഛമ്മയെ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സച്ചി പുറത്തു പോയിട്ട് വരുമ്പോഴേക്കും രേവതി ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. എന്താ രേവതി, നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല സച്ചിയേട്ടാ, ഞാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഇപ്പൊ ദേണ്ടേ നിന്നോട് ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതല്ലേ, ഞാൻ ദേണ്ടേ നമുക്ക് പുറത്ത് നിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലേക്ക് ഭക്ഷണപ്പൊതി കൊടുക്കുന്നുണ്ട്. എന്നാലും രേവതിയുടെ മുഖമൊന്നും അത്ര സന്തോഷമാകുന്നില്ല. എന്താ രേവതി, എന്താ നിനക്ക് പറ്റിയ? അല്ല സച്ചിയേട്ടാ, എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. കാരണം ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ആ ബീരാനെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മളല്ലേ. അപ്പോൾ നമ്മൾ കാരണമാണ് ഈ കുടുംബം ഇന്ന് ഈ അവസ്ഥയിലായതെന്ന് എനിക്ക് ഓർത്തിട്ട് ഒരു കുറ്റബോധം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി, നമ്മളത് മറച്ചു വെച്ചിരുന്നെങ്കിലാണ് നമ്മൾ ഈ കുടുംബത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായത്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി, നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ? നമ്മുടെ കയ്യിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിലേ അത് ഫുൾ കൈ ഷർട്ടിട്ട് മറച്ചു വെക്കാറില്ലേ, അതുപോലെയാണ്. കാരണം ഈ പൗഡർ ആട്ടത്തി എന്ന് പറയുന്നത് ഒരു കള്ളത്തരം മറച്ചു വെക്കാനായിട്ടേ ഒരു 100,000 കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടാവും. വീണ്ടും നമ്മളത് മറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വീണ്ടും അത് ചെയ്ത് കൂട്ടിക്കൊണ്ട് തന്നെ ഇരുന്നേനെ. രേവതി വീണ്ടും പറയുന്നുണ്ട്, അതല്ല സച്ചിയേട്ടാ, എന്നാലും നമ്മൾ കാരണമല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്നേ. അതല്ല രേവതി, പൗഡർ ഏട്ടത്തി ഈ മറച്ചു വെച്ച സത്യങ്ങളെല്ലാം ഒരു നാൾ പിടിയിലാവും. പിന്നെ എന്തോ ഒരു ഇതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ദൈവം കാണിച്ചു തന്നു, ഒരു നാൾ കള്ളൻ പല നാൾ പിടിയിലെന്നല്ലേ. അപ്പൊ പിന്നെ ഇതെന്നായാലും പുറത്തു വരേണ്ട സത്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി രേവതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതല്ല സച്ചിയേട്ടാ, എന്നാലും ഇപ്പൊ വീട്ടിലാകെ അങ്ങ് ഒരു ശാന്തതയാണ്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമോ. ഇപ്പൊ ഈ വീട്ടില് ആരുമില്ലാതെ ഈ വീട് രണ്ടായി പിളർന്നു പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നേ. എന്താ രേവതി പറയുന്നത്? അച്ഛമ്മയെ കൂട്ടിയിട്ട് വരാൻ പോയതാണ്. പിന്നെ വർഷയും ശ്രീകാന്തും എത്തുമല്ലോ. പിന്നെന്തിനാ, പിന്നെ നമ്മൾ രണ്ടുമല്ലേ ഈ വീട്ടില് നിറയെ ഒച്ചയും ബഹളവും വെക്കാനായിട്ട് ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല സച്ചിയേട്ടാ, അമ്മയുള്ളപ്പോഴാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒച്ചയും ബഹളവും ഒക്കെ വെച്ച് നടക്കുമല്ലോ. അപ്പോൾ അതമ്മ പുറത്തു പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമാവുന്നേ. അതെന്താ രേവതി, നിനക്ക് എപ്പോഴും അമ്മയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കേട്ടോണ്ടിരുന്നേ മതിയാവുമോ? അതല്ല സച്ചിയേട്ടാ, ഇത്രയും വലിയ വീടിനകത്ത് നമ്മൾ തനിയായപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. എനിക്കെൻ്റെ അച്ഛനെ പോലും ഇപ്പോൾ ഓർമ്മ വരുന്നു. എൻ്റെ പൊന്നെ രേവതി,
ഈ വീട്ടില് ആളെണ്ണം കൂടുന്നതനുസരിച്ചിട്ടേ അവർക്കെല്ലാം വെച്ചു വിളമ്പേണ്ടത് നീ തന്നെയല്ലേ. ഇപ്പോ അവരെല്ലാം എണ്ണങ്ങൾ കുറഞ്ഞപ്പോ നിനക്ക് അത്രയും ജോലിഭാരം കുറഞ്ഞെന്ന് കരുതി സമാധാനിക്കുകയല്ലേ വേണ്ടേന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നത്, അതെ സച്ചിയേട്ടാ, അവർക്ക് ആർക്കും വെച്ച് വിളമ്പുന്നത് എനിക്ക് അത്ര ജോലി ഭാരമായിട്ട് തോന്നിയിട്ടില്ല. അവരെല്ലാവരും വയറ് നിറച്ച് കഴിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ മനസ്സ് നിറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ ആർക്ക് വേണ്ടി വെച്ച് വിളമ്പാനാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി, അതിനെല്ലാം ഞാനുള്ളത്, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചുണ്ടാക്കി തന്നോ, ഞാൻ വയറ് നിറച്ച് കഴിച്ചോളാന്ന് പറയുന്നുണ്ട്. അതല്ല സച്ചിയേട്ടാ, എന്നാലും വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ എനിക്കൊരു വിഷമം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ രേവതി, അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ അച്ഛമ്മ പോകുള്ളൂ എന്ന് നിനക്കറിയാമല്ലോ. എന്നാലും അതല്ല രേവതി, എനിക്കൊരു സംശയം. ആ പൗഡർ ഇട്ടത്തി ഇതല്ല ഇനി ഒരുപാട് കള്ളങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നാണ് രേവതി ചോദിക്കുന്നുണ്ട്. അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞത്? എൻ്റെ രേവതി, അന്ന് അച്ഛൻ്റെ പണം കൊണ്ട് അവളുടെ മലേഷ്യയിലെ അച്ഛൻ അയച്ചു കൊടുത്തതാണെന്നും പറഞ്ഞ് ഷോറൂം തുടങ്ങി. അത് നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അവൾ എക്സ്ക്യൂസ് ചെയ്തു. ഇപ്പൊ വേണ്ടേ ഈ ബീരാന്റെ കഥയും. ഇനി എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്കതെങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ അതെങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? അതെ, ഇപ്പോ ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ, നമുക്ക് പൗഡർ ഇട്ടത്തിയുടെ റൂമിലൊന്ന് കയറി നോക്കിയാലോ, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. എന്നാ രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, അതൊന്നും ശരിയല്ല. ഒരാളില്ലാത്തപ്പോൾ അയാളുടെ റൂമിൽ കയറി പരിശോധിക്കുന്നതും തപ്പുന്നതൊന്നും അതത്ര നല്ല പണിയല്ല, ഞാനില്ലാന്ന് രേവതി പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി, എല്ലാവരും ഉള്ളപ്പോൾ അവരുടെ റൂമിൽ കയറി പരിശോധിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ മോഷ്ടിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോന്നറിയാനല്ലേന്നേ. എന്നാൽ രേവതി അതിനെതിരെ തടസ്സം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശരി, എല്ലാത്തിനും ഒരു പരിഹാര മാർഗമുണ്ടല്ലോ, നമുക്ക് ടോസ് ഇട്ട് നോക്കാം. ഹെഡ് വീണാല് നീ പറയുന്നത് പോലെയും ടെയില് വീണ ഞാൻ പറയുന്നത് പോലെയാണെന്ന് പറഞ്ഞിട്ട് കോയിൻ എടുത്തിട്ട് ടോസ് ഇടുവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചിക്ക് അനുകൂലമായിട്ടാണ് കോയിൻ ടോസ് വീഴുന്നത്. കണ്ടോ, ദൈവം പോലും എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ വരുന്നില്ലാന്നേ. അതെങ്ങനെ രേവതി, ഞാൻ തന്നെ പോയി തപ്പുന്നത്, നീ കൂടി വാന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് ശ്രുതിയുടെ റൂമെല്ലാം പോയി അരിച്ചു പെറുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തുണി വെച്ചിരിക്കുന്ന കവറ് അവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് കേട്ടോ. ആ കവറെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ആദിയുടെ ഡ്രസ്സൊക്കെ ശ്രുതിയുടെ റൂമിൽ നിന്ന് കിട്ടുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും ആശ്ചര്യപ്പെട്ടു പോകുന്നുണ്ട്. ഇതെന്താ ഈ ഡ്രസ്സ് എന്നേ, നമ്മുടെ ആദിയുടെ ഒരു ഏജുള്ള കുട്ടികളുടെ ഡ്രസ്സാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ശ്രുതി മേക്കപ്പിനും ഫംഗ്ഷനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നതല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചതായിരിക്കും, അതവിടെ വെയ്യെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ ഒരു ഇതിലേക്ക് നീങ്ങി പോവാണ് കേട്ടോ. ഈ സമയം കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇരുന്നതുപോലെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് അവരിറങ്ങി താഴേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ മറ്റാരുമല്ല, ശ്രുതി തന്നെയാണ്. ശ്രുതിയെ കാണുന്നതും സച്ചി വയ്ക്കുന്നുണ്ട്, എടാ നീ ആരോടും പറയാതെ എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയതാണ്? നീ ഇന്നലെ കുടിച്ചു ബോധമില്ലാതെയല്ലേ ഇവിടെ കിടന്നേ? അതെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. എടാ നീ കുടിച്ചു ബോധമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയി വരെ കയറിയിട്ട് വന്നവനാണെന്ന്. അതെ, ഞാൻ മാത്രമല്ലല്ലോ, നീയും ഇതുപോലെ പലതവണ സ്റ്റേഷനിൽ പോയി കിടന്നിട്ടില്ലേ, എന്നിട്ട് നീ എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വരണ്ടാന്ന് ശ്രുതി പറയുന്നുണ്ട്. എടാ അതല്ല ഞാൻ പറഞ്ഞത്. അതെ, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് വിശന്നു, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയതാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം സച്ചി ശ്രുതിയെ നോക്കുമ്പോഴേക്കും, അതെ, എനിക്ക് ഭക്ഷണം വിളമ്പി തരാനും എടുത്തു തരാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, പിന്നെ ആരാ എനിക്കുള്ളതെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശ്രുതി റൂമിലേക്ക് കയറി പോയിട്ട് ഡോറങ്ങ് വലിച്ചടയ്ക്കുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ് കേട്ടോ. വർഷയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. കാരണം അച്ചമ്മ വരുമല്ലോ, അത് കഴിയുമ്പോൾ എന്തായാലും നല്ലൊരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രീകാന്തെ, എനിക്കാണെങ്കിൽ അച്ചമ്മ വരുന്നത് ഓർക്കുമ്പോൾ തന്നെ കുളിര് കയറുന്നു എന്ന് പറയാനേ. അതെന്താ വർഷം നീ അങ്ങനെ പറഞ്ഞത്? അതെ, ശ്രുതി ചേച്ചിയും ആൻറ്റിയും തമ്മിലുള്ള നല്ലൊരു വാറ് നേരിൽ കാണാൻ പോവല്ലേ, അതിൻ്റെ കൂടെ നമ്മുടെ മാസായിട്ട് അച്ചമ്മയുണ്ടാവും. എനിക്കതൊക്കെ ഓർത്തിട്ട് ഭയങ്കര ത്രില്ലിങ് ആവുകയെന്ന് പറയാനേ. പക്ഷേ നീ എന്തായി പറയുന്നത്?
അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിട്ട് അതെങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കാനാണ് അച്ഛമ്മ വരുന്നത്. നീ അതിനെ ആഘോഷമാക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ടേ. ഏയ് അതൊന്നുമല്ല ശ്രീകാന്തേ, ദേ ആ മലേഷ്യ കള്ളിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ നമ്മുടെ അച്ഛമ്മ അങ്ങോട്ട് വലിച്ചെടുക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. അങ്ങനെ അച്ഛമ്മ പറയും എല്ലാം അവസാനിപ്പിച്ച് അവളോട് ഈ വീട്ടിൽ നിൽക്കാൻ. എന്നാൽ അത് ആൻറ്റിയാണെങ്കിൽ സമ്മതിക്കത്തുമില്ല. അതൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ത്രില്ലിൽ നമ്മുടെ വർഷ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, വർഷേ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിനക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണോന്നേ? അതല്ല ശ്രീകാന്തേ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരുപാട് സീൻസൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയോ? അപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ വർഷയുടെ മുഖത്തേക്ക് നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതെ, സിനിമയിലും സീരിയലിലും ഒക്കെ നടക്കുന്നത് അത് വെറും ആക്ടിങ് മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ഇവിടെ നടക്കുന്നതോ അത് ഇൻട്രസ്റ്റിങ്, അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള പറഞ്ഞിട്ട് വർഷ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ വർഷേ, അവിടെ ശ്രുതി ചേച്ചിയുടെയും ശ്രുതി ചേട്ടൻ്റെയും ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. ആ നിമിഷത്തിൽ നിനക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലേന്നെ. അത് നീ ഈ മറ്റുള്ളവരുടെ സങ്കടത്തിലൊന്നും ഇത്ര ഹാപ്പി ആവുന്ന മൈൻഡൊന്നും അത്ര നല്ലതല്ല എന്ന് വർഷയോട് പറയുന്നുണ്ട്. ഈ സമയം വർഷ പറയുന്നുണ്ട്, അതെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ആദ്യം പോയി നിന്റെ കുടുംബത്തിലുള്ളവരെ നന്നാക്കെന്ന് പറയാണ് കേട്ടോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഡിന്നർ കഴിക്കാമെന്നും പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ട്രിപ്പിന് പോകാതിരിക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് രേവതി വരുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ചായയായിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും എന്താ സച്ചിയേട്ടാ, ഇന്ന് ട്രിപ്പൊന്നും പോകുന്നില്ലേ? ഏയ് ഇല്ല രേവതി, ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ മഹേഷിന് കൊടുത്തു. അതെന്താ ഇന്ന് പോവാത്തെ? അത് ഇന്ന് അച്ഛമ്മയും അച്ഛനും കൂടി വരുന്ന ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ ആ ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്തോന്നേ. രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ വന്നു കഴിയുമ്പോൾ എല്ലാം സോൾവ് ആവുമായിരിക്കുമല്ലോ സച്ചിയേട്ടാ? പിന്നല്ലാതെ, അച്ഛമ്മയെന്ന് പറഞ്ഞ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ രേവതി? അച്ഛമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങൾക്ക് നിലപാടുള്ള വ്യക്തികളാണ്. എന്നാൽ അച്ഛൻ പറയുന്നത് അത്ര ആരും ഗൗനിക്കാറില്ല. കാരണം അച്ഛൻ ഒന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ പണിക്ക് നോക്കി പോവും. എന്നാൽ അച്ഛമ്മ അങ്ങനല്ല. അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞാലോ അത് ഉദ്ദേശിച്ചാലോ അതനുസരിപ്പിച്ചിട്ട് അടി കൊടുത്തിട്ടാണേലും അത് നേരെയാക്കിയിട്ട് അച്ഛമ്മ അതിൽ നിന്ന് പിന്തിരിയോന്നേ. എന്തായാലും രേവതി പറയുന്നുണ്ട്, എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നേ. എല്ലാം നേരെയാവും രേവതി. പിന്നെ അച്ഛൻ ഈ വീടിൻ്റെ ഇല്ലാത്തത് കൊണ്ട് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്നും വരുമ്പോൾ തന്നെ അച്ഛൻ ഈ ഹോളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ട് ശ്രുതി മേലിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഓ, രാവിലെ തന്നെ കെട്ടിയോനും കൂടി എൻ്റെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുമായിരിക്കും അല്ലേ? അതെ, ഈ വീട്ടിൽ എൻ്റെ കാര്യം കൂടുതലായിട്ട് ആരും ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതെ, ഉള്ളത് പറയുമ്പോൾ തുള്ളിയിട്ട് കാര്യമില്ല. ആദ്യം സ്വന്തം കാര്യത്തിലൊരു നിലപാട് വേണം. അതില്ലാതെ അമ്മയും പേടിച്ച് പെണ്ണുമ്പിള്ളയും പേടിച്ച് പെരിക്കകത്ത് കയറി ഇരുന്നാലൊന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് സച്ചി പറയുന്നുണ്ട്. എടാ, നീ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് സംസാരിക്കരുത്. അമ്മയും അവളെയും ഞാൻ ഒരുപോലെ സ്നേഹിച്ചു. എനിക്ക് രണ്ടുപേരും വേണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്തായാലും നീ നേരെ ചോലൊന്ന് നോക്കി നിന്നാലേ പെണ്ണും പിള്ളയും അമ്മയും പോകാതെ നീ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാ അതെ അമ്മയെ എനിക്കൊരു കാപ്പിന്നും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നോക്കിയിട്ട് ശ്രുതി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ ഇന്നലെ രാത്രിയിലടിച്ച് കിക്കൊന്നും ഇതുവരെയും പോയില്ലായിരിക്കും അല്ലേ, അമ്മയൊന്നും ഇവിടെ ഇല്ല എന്നും പറഞ്ഞിട്ട് സച്ചി ഒരു മാതിരി കളിയാക്കി വിടുന്നുണ്ട്. അടുക്കളയിലേക്ക് നോക്കി അമ്മ ചായ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ചായ തരാനില്ലെന്നേ. അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി പോയിട്ട് ശ്രുതി അകത്ത് കയറിയിട്ട് വാതിലങ്ങ് അടയ്ക്കുകയാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും മീരയും കൂടിയാണ് കേട്ടോ. ശ്രുതി ഫോൺ എടുത്ത് ഇങ്ങനെ കോൾ ചെയ്യുന്ന കാണുമ്പോഴേക്കും അത് കണ്ടുകൊണ്ട് മീര ചോദിക്കുന്നുണ്ട്, നീ ആരെയടി വിളിക്കുന്നത്, ശ്രുതിയാണോന്നേ? ഏയ് അല്ല, ഞാൻ വർഷയൊന്ന് വിളിച്ചു നോക്കുവാന്ന് പറയാണേ. നീ എന്തിനാ അവളെ വിളിക്കുന്നത്? അങ്ങനെ ശ്രുതിയാണെങ്കിൽ വർഷയ്ക്ക് കോൾ ചെയ്യുമ്പോൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് മീരയും കൂടെ കേൾപ്പിച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്.
അങ്ങനെ വർഷ ഫോൺ എടുക്കുമ്പോൾ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, വർഷേ സ്റ്റുഡിയോയിലാണോന്നേ? അല്ല ശ്രുതി ചേച്ചി, എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വീട്ടിലാണോന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ പുറത്താണെന്ന് പറയാനേ. പെട്ടെന്ന് തന്നെ ശ്രീകാന്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന വർഷ ഫോൺ മ്യൂട്ട് ചെയ്തിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, അതെ എവിടെയാ ഉള്ളതെന്ന് നമ്മളോട് പറയില്ല, പുറത്താണെന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുവാന്നേ. ശ്രീകാന്ത് പറയുന്നുണ്ട്, സാരമില്ല, നീ കണ്ടിന്യൂ സംസാരിക്കുന്നു പറയുമ്പോൾ വർഷ വീണ്ടും സംസാരിക്കുകയാണ്. എന്താ ശ്രുതി ചേച്ചി, കാര്യം എന്താന്ന് ചോദിക്കുന്നുണ്ടേ. പക്ഷേ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ? അറിഞ്ഞു. മലേഷ്യയിലെ അച്ഛൻ്റെ മരണവും പിന്നീട് ചെറിയച്ഛനായിട്ട് വന്ന ഇറച്ചിവെട്ടുകാരനെ കുറിച്ചും എല്ലാം നല്ല ലൈവായിട്ട് തന്നെ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണേ. പക്ഷേ അത് ഇപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്നെക്കുറിച്ചൊരു ബാഡ് ഒപ്പീനിയൻ ആയിരിക്കും നിനക്കുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണേ. എന്നാലും എൻ്റെ ശ്രുതി ചേച്ചി, ഒരാൾ ഒരു ചെറിയ തമാശയ്ക്ക് ഒരു കള്ളത്തരങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു നുണയല്ല, ഒരു 100,000 കഥകളല്ലേ നിങ്ങൾ പഠിച്ചു വിട്ടിരിക്കുന്നതെന്ന് പറയാണ്. പക്ഷേ അതല്ല, ഞാൻ ഇത്രയും നുണ പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു റീസൺ ഉണ്ടാവുമല്ലോ എന്ന് പറയണേ. റീസൺ ഇല്ലാതെ ആരും കള്ളം പറയില്ല. എന്നാൽ ഇത് നിങ്ങളൊരു സ്റ്റോറി തന്നെ ഉണ്ടാക്കി വിട്ടിരിക്കുകയല്ലേ എന്ന് പറയാണ് നമ്മുടെ വർഷ. പക്ഷേ ഞാൻ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് പിന്നിൽ ഒരുപാട് റീസൺ ഉണ്ട്. അതൊന്ന് കേൾക്കാൻ ആരെങ്കിലും ഒന്ന് തയ്യാറാവണ്ടേന്ന് പറയാനേ. അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പറയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, പക്ഷേ ഞാൻ കള്ളത്തരം പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിന് പിന്നിലുള്ള ഒരു റീസൺ കേൾക്കാനായിട്ട് ഞാൻ അവരോട് കാല് പിടിച്ച് പറഞ്ഞു. അവരാരും അതിന് തയ്യാറായില്ല. അത് വലിയൊരു തെറ്റല്ലേ എന്ന് ചോദിക്കാനേ. പെട്ടെന്ന് തന്നെ വർഷ വീണ്ടും മ്യൂട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, കേട്ടില്ല ശ്രീകാന്തേ, അത്രയും കള്ളത്തരങ്ങളൊന്നും പറഞ്ഞത് വലിയ തെറ്റല്ല, അതിന് പിന്നിൽ റീസൺ കേൾക്കാത്തതാണ് വലിയ തെറ്റെന്നേ. എന്നാൽ ശ്രീകാന്ത് പെട്ടെന്ന് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു വർഷേ, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമൻട്രി പറയണമെന്നില്ല, ഞാനും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ അവരോട് ബാക്കി പറയാൻ പറയുന്നേ. അങ്ങനെ വർഷം വയ്ക്കുന്നുണ്ട്, ശരിയാണ് ശ്രുതി ചേച്ചി, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് പോയിന്റാണ്. എന്തായാലും ആൻറ്റി നിങ്ങളുടെ ആ റീസൺ കേൾക്കാനായിട്ട് തയ്യാറാവണമായിരുന്നു. ഇപ്പോൾ ഒരു കോർട്ടിലാണെങ്കിൽ പോലും ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അവരുടെ ഭാഗത്തു നിന്നുള്ള എക്സ്ക്യൂസുകളും കേൾക്കുമല്ലോന്നേ. അതേ വർഷേ, നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. എന്നാൽ വീട്ടിൽ ഈ കാര്യം ആരും ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയാണേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശരി അത് വിട്, എന്തായാലും പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു ജഡ്ജി വരുന്നുണ്ടല്ലോ എന്ന് പറയാണേ. ജഡ്ജോ? അതാരാണെന്ന് ശ്രുതി വയ്ക്കുമ്പോൾ അച്ഛമ്മയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്കിള് പോയിട്ടുണ്ട്, അച്ഛമ്മ ഉടനെ എത്തുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് ആകെ ഒരു ഷോക്കാവുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതിയാണെങ്കിൽ മീരയോട് പറയുന്നുണ്ട്, കണ്ടോ, ഇതൊക്കെ ആ സച്ചിയും രേവതിയും കൂടിയിട്ട് ഒപ്പിക്കുന്ന പരിപാടിയായിരിക്കുമെന്നേ. പക്ഷേ ഇതിനെക്കുറിച്ച് നിനക്ക് എന്താ തോന്നിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി ചേച്ചി, ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഓഡിയൻസ് മാത്രമാണ്. പിന്നെ എന്തായാലും അച്ഛമ്മ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ശ്രുതി ചേച്ചിക്ക് ഒരു സൊല്യൂഷൻ കിട്ടുമെന്നും നമുക്കറിയാം. പിന്നെ കാണാൻ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡും കൂടിയാണ് നിങ്ങളുടെ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയാനേ. എന്തായാലും ഞാൻ അതിനകത്ത് വലിയ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഇരിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാം നേരിട്ട് ബാക്കി കാണാമെന്നും പറഞ്ഞിട്ട് വർഷ അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്തെ, ഇപ്പൊ ശ്രുതി ചേച്ചി എന്നെ കോൾ ചെയ്ത് എന്തിനാണെന്നറിയാവോ? ഇല്ല. അതെ, ആളെ ചേർക്കാൻ വേണ്ടിയിട്ടെന്നേ. ആളെ ചേർക്കാനോ? അതെ, പ്രശ്ന പരിഹാരം എന്ന് പറയുമ്പോഴേ അവരുടെ സൈഡിൽ നമ്മൾ നിൽക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ചേച്ചി എന്നെ കോൾ ചെയ്തതെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് എന്ത് തോന്നുന്നുണ്ട്? ശ്രീകാന്തെ, എന്താണെങ്കിലും നമുക്കതിനകത്ത് യാതൊരു ഒപ്പീനിയനും പറയാൻ നിൽക്കണ്ട, നമ്മൾ ജസ്റ്റ് വെറും ഓഡിയൻസ് ആയിട്ട് മാത്രം നിന്നാൽ മതിയെന്നേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്നാലും അമ്മ കാണിച്ചത് വലിയൊരു തെറ്റാണ്, വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടിയിരുന്നില്ലാന്നേ. എന്നാലും നീ പറഞ്ഞത് കറക്റ്റാണ്, അതിനകത്ത് നമ്മൾ ആരുടെ സൈഡും നിന്നൊന്നും പറയാൻ നിൽക്കണ്ട, പിന്നെ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ചോദിച്ചാൽ മാത്രം നമുക്ക് പറയാമെന്ന് പറയാനേ. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടിയിട്ട് അത് സമ്മതിക്കുന്നുണ്ട്. ഈ സമയം മീരയും ശ്രുതിയും കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, എന്താടി ഇവളിങ്ങനെ കടകടാന്ന് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തേന്നേ? അതെ, അവൾക്കെല്ലാം കളിതമാശയാണ്, പിന്നെ അവൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഓർത്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കോൾ ചെയ്തത്. എൻ്റെ സ്ഥാനത്ത് രേവതി ആയിരുന്നെങ്കിൽ അവളിപ്പോൾ എല്ലാ കാര്യത്തിനും തർക്കിച്ച് മുമ്പിലുണ്ടായനെന്നേ.
അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, അവളെ തെറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും വേണമല്ലോ ഒരു ഇച്ചിരി ഉളുപ്പെങ്കിലും. എന്നെ പോലെയുള്ള അയാളല്ലാതെ നിന്നെ ആര് സപ്പോർട്ട് ചെയ്യാനാണെന്നേ. എന്ന് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേ മീരെ, ഞാൻ രണ്ടും കൽപ്പിച്ച് പിടിവിട്ട് നിൽക്കുകയാണ്. വേണേ നിന്നെ പോലും കൊല്ലാൻ ഞാൻ മടിക്കില്ലെന്ന് പറയുന്നുണ്ട്. അതല്ല ശ്രുതി, ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ തന്നെ നാട്ടിൽ നിന്ന് അച്ഛമ്മ വരെ വരാൻ പോകുന്നു. നിന്നെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നീ എന്താണ് മറുപടി പറയാൻ പോകുന്നേന്നേ? ആ, എന്തായാലും എനിക്ക് പിടിച്ചു നിന്നല്ലേ പറ്റൂ. അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പം നമ്മുടെ അച്ഛമ്മ എത്തിയതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിയെയും ശ്രുതിയെയും ഒരുപോലെ വലിച്ചു കീറുന്ന ഒരടിപൊളി എപ്പിസോഡാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.